പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൽ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദൈവരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമനാദാനിൻ മഹിമക്കടവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അംഗീകരിക്കുന്ന നന്ദി പറയുകയും
സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദുവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 3-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സോളമൻ്റെ ജ്ഞാനം. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുൾ ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികമായ കൽപ്പനകളും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ,
വിശുദ്ധ പൗലോസ് ലേഖ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 18 മുതൽ 25 വരെ. കർത്താവെ ആശീർവദിക്കണേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികർ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോക്ഷത്വമാക്കിയില്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോക്ഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4:16 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറൂസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങളാണ്. 4-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശുവും സമരക്കാരിയും കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ്. അതിനുശേഷമുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇത് മൊത്തത്തിൽ ഇന്ന് വായിക്കാനുണ്ട്, പക്ഷെ ഞാനതൊന്ന് ഷോർട്ടാക്കി ഞാൻ വായിച്ചതാണ്. കാര്യം നമുക്കറിയാം, യേശുവും സമരിയാക്കാരി സ്ത്രീയും കിണറ്റിൻകരയിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ സമരിയാക്കാരി സ്ത്രീയുടെ കാര്യം ഈശോ പറയുന്നുണ്ട്. നിൻ്റെ ഭർത്താവ് എവിടെ? അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ഭർത്താക്കന്മാരുണ്ട്, 5 എണ്ണമുണ്ട്, ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ സത്യത്തിൽ ഒരു ആകാംക്ഷ അവളുടെ മുഖത്തുണ്ട്. ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഒരു പ്രവാചകനാണ് എന്ന് യേശുവിനെക്കുറിച്ച് അവൾ മനസ്സിലാക്കുന്നു. എന്താണ് പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം? പ്രവചനം പറയാൻ കഴിവുള്ളവൻ എന്നാണ് പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പ്രവചിക്കുകയാണ്. ഇവളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ദൈവം പ്രവചിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളുടെ മകൻ ഒരു ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ ഈ എവിടെയാണ് സ്ഥലം?
ആ കടലുണ്ടി ഭാഗത്താന്ന് തോന്നണം. അപ്പോൾ അവിടുത്തെ ധ്യാനം വളരെ നല്ലതാണ് എന്ന് കേട്ടിട്ട് അവിടേക്ക് മകനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ മകൻ പുറത്തുനിന്നൊക്കെ വന്ന് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവനൊന്ന് ധ്യാനത്തിലൊന്ന് പങ്കെടുപ്പിക്കണം, ഒന്ന് കൂടണം, ഒന്ന് പ്രാർത്ഥിക്കണം, അപ്പോൾ ഒന്ന് ഒരുക്കി വിടണം. അതിന് വേണ്ടിയിട്ടാണ് അവനെ വിടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കടലുണ്ടി, ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ധ്യാനത്തെക്കുറിച്ച്, ധ്യാന സെൻ്ററെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെയാണ്, എന്താണ് സംഭവം? അല്ല, അവിടെ ഇപ്പോൾ നല്ലൊരു ധ്യാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നല്ല ധ്യാനം? അല്ല, അവർ ഇവിടെ അടുത്ത് സ്ഥലത്തു നിന്ന് അവർ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ വീടിരിക്കുന്ന സ്ഥലം പോലും കൃത്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു വഴിക്ക് ഞാൻ ചോദിച്ചു, ഭാവി പ്രവചിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണോ ധ്യാനത്തിന് പോയത്? അപ്പോൾ പെട്ടെന്നൊന്നും മിണ്ടാതിരുന്നിട്ട്, അല്ല, അതല്ല, അവിടെ നല്ല ധ്യാനമാണ്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് നല്ല ധ്യാനം? അതവിടെ കിട്ടെ. വേറൊരു സുഹൃത്തിനെ എനിക്കറിയാം. ഈ സുഹൃത്ത് വീട്ടിലൊരു അമ്മയുണ്ട്, ഒരു പ്രായമായൊരു അമ്മ. ആ അമ്മച്ചിയെ നോക്കി കുറേ വർഷങ്ങളായി. അതിനു മുമ്പ് വേറൊരു അമ്മേനെയാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. വീട്ടിലെ എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന അപ്പച്ചനെയും നോക്കിയത് ആ ഒരു ചേച്ചിയാണ്. പിന്നെ ആ അമ്മേനും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം 100 വയസ്സ് പൂർത്തിയായി. പിന്നെ ഇവരുടെ ഒരു അമ്മാമ്മയുണ്ടായിരുന്നു. ആ അമ്മാമ്മേനെയും ഇവർ തന്നെയാണ് നോക്കിയത്. അപ്പോൾ പല പ്രാവശ്യവും ധ്യാനത്തിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ അമ്മേനെയും പ്രായമായവരൊക്കെ വിട്ടിട്ട് എങ്ങനെ ധ്യാനത്തിന് പോകാനാണ്? ഒരാളെ ഒന്ന് വന്ന് നോക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പള്ളിയിലെ ധ്യാനത്തിനൊക്കെ പരമാവധി മിക്കവാറും പങ്കെടുക്കാൻ പോകാറുണ്ട്. പക്ഷെ താമസിച്ചുള്ള ധ്യാനത്തിന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഒന്ന് പൊക്കൂടെ? ആരെങ്കിലും അനിയത്തിമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിട്ടൊന്ന് പൊക്കൂടെ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പോൾ പള്ളിയിൽ പോയി ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ്. ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുർബാനയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പള്ളിയിലും വിശുദ്ധ കുർബാനയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നേർച്ചകൾ കഴിക്കുന്നു, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളിലൂടെയൊക്കെ തമ്പുരാൻ അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊരു സംഭവം. ഇവിടെയാണ് യേശു പറയുന്നൊരു വചനത്തിൻ്റെ അടിസ്ഥാനം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, നല്ലതാണ്, അവനെ വിടണം, അവനെ ധ്യാനത്തിന് പങ്കെടുപ്പിക്കണം. കാരണം ഒരു ഉന്മേഷം, ഒരു പ്രചോദനം, ഒരു ചിന്ത ജീവിതത്തെക്കുറിച്ചുണ്ടാകാൻ അത് നല്ലതാണ്. നല്ല നല്ല ക്ലാസ്സുകളുണ്ടാവും, നല്ല നല്ല പ്രാർത്ഥനകളുണ്ടാവും, നല്ല നല്ല എന്താ പറയുക, ചിന്തിക്കാൻ സാധിക്കുന്ന, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടാവും. അത് നല്ലതാണ്. പക്ഷേ അതിൽ നിലനിൽക്കാനുള്ളൊരു വരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിലനിൽപ്പിൻ്റെ വരം അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഉത്തേജക മരുന്ന് കഴിച്ച പോലെയാണ് ധ്യാനം കൂടുമ്പോൾ. പക്ഷേ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് ആ ഉത്തേജക മരുന്ന് കഴിച്ച് കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക, ഒരു ഇഫക്റ്റ് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്? കൗദാശികപരമായ ജീവിതം വഴിയാണ്. എന്താണ് കൗദാശികപരമായ ജീവിതം? വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, പ്രാർത്ഥന, ജപമാല. ഇതുപോലെയുള്ള കൗദാശികപരമായ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ത്യാഗങ്ങളിലൂടെയുമാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. എങ്കിലാണ് ആ വിശ്വാസം, ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് ഉന്മേഷത്തോടു കൂടി തിരിച്ചു കിട്ടിയ ആ വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഉത്തേജകം മാത്രമാണ്. ഈ ഉത്തേജകം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രവചനങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വീട് ഇരിക്കുന്ന സ്ഥലം പോലും പറഞ്ഞു.
വിശുദ്ധ പൗലോസ് ശ്ലീഹ ലേഖനത്തിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭാഷാവരങ്ങൾ നൽകപ്പെടുന്നു, പ്രവചനവരങ്ങൾ നൽകപ്പെടുന്നു. ഇതെല്ലാം ആത്മാവിൻ്റെ വരങ്ങളാണ്. അത് നമുക്കെല്ലാവർക്കും കിട്ടും. ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് അത് വരങ്ങളാണ്. ഈ പ്രവചനവരങ്ങളും ഭാഷാവരങ്ങളും പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളും ദർശനങ്ങളും എല്ലാം ദൈവം നമുക്ക് തരും. പക്ഷേ അതൊരിക്കലും അത്ഭുതങ്ങളല്ല, അത് വിശ്വാസത്തെ വളർത്താനുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ നൊവേനയുടെ ആ പ്രാർത്ഥനയും മാത്രമാണ് ചിലപ്പോൾ ചിലർ പങ്കെടുക്കാറുള്ളത്. വിശുദ്ധ കുർബാനയും ആരാധനയും അതിലുണ്ട്. വിശുദ്ധ കുർബാനയും ആരാധനയും ഈ നൊവേനയും ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കൗദാശിപരമായ ജീവിതം അവിടെ നടക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഞാനൊരിക്കൽ സൂചിപ്പിച്ചു, നമ്മൾ അത്ഭുതങ്ങളെയാണ് കാണാൻ പരിശ്രമിക്കുന്നത്, അത്ഭുതങ്ങളുടെ തമ്പുരാനെയല്ല. പലപ്പോഴും വിശ്വാസം ഇന്ന് നമ്മുടെ ആത്മാവിൽ തൊടാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം അതാണ്. ആഘോഷങ്ങൾ മാത്രം, ആത്മാവിൽ തൊടുന്ന ആഘോഷങ്ങൾ ഒന്നും തന്നെയില്ല, അത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പലപ്പോഴും പുറംമോടിയിലാണ്, അകത്തേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. അത് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മക്കളിലും അവരെ കൗദാശികപരമായും വളർത്താൻ നമ്മളെ പഠിപ്പിക്കണം. കൗദാശികപരമായി വളർത്താൻ, യേശുവിനെ ആത്മാവിലും സത്യത്തിലും അറിഞ്ഞ് ആരാധിക്കാൻ, യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവിക്കാൻ സാധിക്കണം, ഈശോയെ തൊട്ടറിയാൻ അവർക്ക് മനസ്സിലാക്കണം, നമുക്കൊക്കെ അറിയണം. അതല്ലാതെ ഉന്മേഷത്തിൻ്റെയും ഉത്തേജനത്തിൻ്റെയും പേരിലല്ല വിശ്വാസം വളരേണ്ടത്, മറിച്ച് ആത്മാവിൽ ആ സത്യത്തിൽ ആരാധിച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ അറിയണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൗദാശിപരമായ ജീവിതമാണ്. ഞാനതുകൊണ്ട് ചുരുക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തെ ദൈവം പ്രവചനത്തിലൂടെ ഒന്നുണർത്തി. അവളെ ഒന്ന് ഉണർത്തിയതാണ്, അവളെ ഒന്ന് ഉത്തേജിപ്പിച്ചതാണ്, അവളെ ഒന്ന് ഉന്മേഷിപ്പിച്ചു, അവളെ തിരിച്ചു കൊണ്ടുവരാൻ. ഇതുപോലെ ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനത്തിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ചുകൂടി ഉന്മേഷമൊക്കെ വന്ന് റിന്യൂവൽ, ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റിന്യൂവൽ എന്നാണ്. ഒന്നുകൂടി ഒന്ന് വിശുദ്ധീകരിക്കുക. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നിലനിന്ന് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കതിനായി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ജപമാലയിലൂടെയൊക്കെയും ഞങ്ങൾ നിന്നെ അറിയുന്നു, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, അറിഞ്ഞ് നിന്നെ സ്നേഹിക്കുവാൻ നീ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തൃകൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടഭൂമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുഗനാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനം ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലി. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെങ്ങും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടിക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധ
പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലാവികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ അധ്വാനത്തിന് പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയും ഞങ്ങളുടെ അധ്വാന മേഖലകളെയും ഞങ്ങളുടെ കാർഷിക മേഖലകളെയും ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെയും ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവൽ മലാക്കമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാചകന്മാരും മേജർ ആർട്ടിസ്റ്റുമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരുമായ നടത്തന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരെയും ബ്രഹ്മചാരികളെയും കന്യകളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ കൃപയാൽ ഈവരെയും നമ്മുടെ സദാകാലം രക്ഷിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും ഉണ്ടാകണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തനാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി ഉത്തമമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലീത്തായ്ക്കും മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായ്ക്കും മാർ പോളി മെത്രാനും പുരോഹിതന്മാരും ശംശാന മനസ്സമർപ്പിതർ അൽമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്രവരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നങ്ങത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാർഗമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂര സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലും വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും.
ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമനോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോകൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുമോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.
മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികമായ വചനങ്ങൾ മാത്രം ആസ്വദിക്കുവാനും മാലാക്കന്മാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവേ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുകൊണ്ട് സന്തുഷ്ടരായി നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ ആപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.